Hi students, Kerala University S1 Mathematics. അതിനകത്തെ മാത്തമാറ്റിക്സ് പേപ്പറിൻ്റെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ് പറയുന്നത്. നമുക്ക് എങ്ങനെ നല്ല മാർക്ക് വാങ്ങിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം, ഈ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമുക്ക് രണ്ട് മോഡ്യൂളാണ് ഉള്ളത്. ഫസ്റ്റ് മോഡ്യൂളിൽ ഡിഫറൻസിയേഷനും സെക്കൻഡ് മോഡ്യൂളിൽ ഇൻ്റഗ്രേഷനുമാണ്. നമുക്ക് അറിയാം ഇത് രണ്ടും എന്താ, ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. ഒന്ന് ഡിഫറൻസിയേഷന്, ഒന്ന് ഇൻ്റഗ്രേഷന്. ഇപ്പം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത് എന്ന് ഒന്ന് നോക്കാം. ആദ്യം പഠിക്കാനുള്ള കാര്യം ഒന്ന് നോക്കാം. മൊഡ്യൂൾ 1-നകത്ത് ഡിഫറൻഷ്യൽ കാൽക്കുലസിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്, ആദ്യമേ നിങ്ങൾ ഈ രണ്ട് മോഡ്യൂളിലേക്കും ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ +2-ന് പഠിച്ച ഡിഫറൻസിയേഷൻ്റെയും ഇൻ്റഗ്രേഷൻ്റെയും എല്ലാ ഇക്വേഷൻസും ഒന്നിച്ചെഴുതി പഠിക്കുക. അതായത് sin x-ൻ്റെ ഡെറിവേറ്റീവ്, sin x-ൻ്റെ ഇൻ്റഗ്രൽ, അങ്ങനെ ഓരോന്നിൻ്റെ പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, ഇതെല്ലാം ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് പഠിച്ചു വെക്കുക. കാരണം അതില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഇൻ്റഗ്രേഷൻ്റെയും ഡിഫറൻസിയേഷൻ്റെയും ആ ഇക്വേഷൻസ്, റൂൾസ് എല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനിയും ഇവിടെ വേണ്ടത് ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻസ് ടു റിലേറ്റ് റേറ്റ്സ്, how derivatives can be used to approximate non-linear functions by linear functions, error in local linear approximation, differentials, increasing and decreasing functions and their analysis, concavity of functions, points of inflections of a function and application, finding relative maxima and minima of functions and graphing them, critical points, first and second derivative test, multiplicity of roots and geometric interpretation, rational functions and their asymptotes, tangents and curves on graphs, absolute maxima and minima, their behavior on various types of intervals, application of extrema problems in finite and infinite intervals, and in particular applications to economics, motion along a line, velocity and speed, acceleration, position, time curve, Rolle's mean value theorems and their consequence, indeterminate forms and L-Hospital rule. സെക്കൻഡ് മോഡ്യൂളിൽ, അതായത് ഇൻ്റഗ്രേഷനകത്ത് അതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ +2-ന് പഠിച്ച റിസൾട്ടുകളെല്ലാം ഒന്നിച്ച് എഴുതുക. ഫൈൻഡിങ് പൊസിഷൻ, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓഫ് എ പാർട്ടിക്കിൾ ബൈ ഇൻ്റഗ്രേഷൻ, അനലൈസിങ് ദ ഡിസ്റ്റൻസ് വെലോസിറ്റി കർവ്, position and velocity when the acceleration is constant, analyzing the free fall motion of an object, finding average value of a function and its application, area, volume, length related concept, finding area between two curves, finding volume of some three-dimensional solids by various methods like slicing, disc, washer, cylindrical shells, finding length of a plane curve, surface of revolution and its area, work done by a constant force and a variable force, relation between work and energy, relation between density and mass of objects, center of gravity, Pappus theorem and related problems, fluids, their density and pressure, fluid force on a vertical surface, introduction to hyperbolic functions and their applications in hanging cables, improper integrals, their evaluation, applications such as finding arc length and area of surface. അപ്പം നമുക്കിനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ പഠിക്കാമെന്ന് നോക്കാം. മൊഡ്യൂൾ 1-നകത്ത് അബ്സല്യൂട്ട് മാക്സിമം, അബ്സല്യൂട്ട് മിനിമം, റിലേറ്റീവ് മാക്സിമം, റിലേറ്റീവ് മിനിമം, ഈ 4 ഡെഫിനിഷൻ തീർച്ചയായിട്ടും പഠിക്കണം. അതിലെ 2 ഡെഫിനിഷൻ ഷുവറായിട്ട് ചോദിക്കും. ഒരു ഡെഫിനിഷൻ തീർച്ചയായിട്ടും 100% ചോദിക്കും. പിന്നെ ഓപ്ഷൻസ് ഇപ്പോൾ കൂടിയത് കൊണ്ട് ചിലപ്പം അതിലെ 2 ചോദിക്കുക. അപ്പോൾ ആ 4 ഡെഫിനിഷൻ പഠിക്കുക. ഏതൊക്കെയാണ്? അബ്സല്യൂട്ട് മാക്സിമം, അബ്സല്യൂട്ട് മിനിമം, റിലേറ്റീവ് മാക്സിമം, റിലേറ്റീവ് മിനിമം. ഓക്കെ, അതിന് ശേഷം ഡെഫിനിഷൻ, ഇൻക്രീസിങ് ഫംഗ്ഷന്, ഡിക്രീസിങ് ഫംഗ്ഷന്, അതിൻ്റെ ഓരോ എക്സാമ്പിൾസ് പാർട്ട് എയിലെ ചോദിക്കുന്നത്. ഇനി പോയിൻറ്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണ്, അതിലെ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. ഓക്കെ, റോൾസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, മീൻ വാല്യൂ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, എൽ ഹോസ്പിറ്റൽ റൂള്, ഇതൊക്കെ നമുക്ക് പാർട്ട് എയിൽ ചോദിക്കാൻ
കൊള്ളാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം നമുക്ക് 10 ചോദ്യമാണെങ്കിൽ 5 വീതമായിരിക്കും. കാരണം ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ്. 36 മണിക്കൂറാണ്. മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 പകുതി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ പകുതിയെങ്കിലും തീർച്ചയായിട്ടും ചോദിക്കും കേട്ടോ. ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും ഉപയോഗിച്ച് മാക്സിമം മിനിമം കാണാനുള്ള പ്രോബ്ലംസ് തീർച്ചയായിട്ടും പാർട്ട് സിയിൽ ചോദിച്ചിരിക്കും. പിന്നെ വേരിഫൈ റോൾസ് തിയറം ആൻഡ് മീൻ വാല്യൂ തിയറം, ആ ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കും. ചിലപ്പോൾ 2 ചോദിക്കും, ചിലപ്പോൾ 1 ചോദിക്കും. ക്വസ്റ്റ്യൻസ് കൂടിയത് കൊണ്ടാണ് ചിലപ്പോൾ 2 ചോദിക്കുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഓപ്ഷൻസ് കൂടിയത് കൊണ്ട് 2 വേണമെങ്കിൽ ചോദിക്കാം. പാർട്ട് എയിൽ ഡെഫിനിഷൻ, ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പാർട്ട് ബിയിൽ വേരിഫൈ എന്നും പറഞ്ഞ് ചോദിക്കാം. ചിലപ്പോൾ 2 ചോദിക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ഒക്കെ അല്ലേ ഓരോ ഇൻ്റർവെല്ലിൽ, ഏത് ഇൻ്റർവെല്ലാണ് മാക്സിമം ഏത് ഇൻ്റർവെല്ലാണ് മിനിമം, അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാകാം. അത് പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ ടാൻജൻറ്റ് കാണാൻ ഒന്ന് പഠിക്കുക. ഈ ഡെൽഎഫും ഈ നമ്മൾ ട്രയാങ്കിൾ ഷേപ്പില്ലേ, അത് ഡെൽഎഫും DFും ഡെറിവേറ്റീവ് എറർ കാണാനൊക്കെ ഒന്ന് പഠിക്കുക. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ മൊഡ്യൂൾ 1. പിന്നെ വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ കാണാൻ എങ്ങനെ ഡെറിവേറ്റീവ് എടുത്താൽ പോരെ. നമുക്കൊരു പാർട്ടിക്കിൾ തന്നു കഴിഞ്ഞാൽ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവാണ് വെലോസിറ്റി, അതിൻ്റെ മോഡുലസ് ആണ് സ്പീഡ്, വെലോസിറ്റിയുടെ ഡെറിവേറ്റീവാണ് ആക്സിലറേഷൻ. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സെക്കൻഡ് മൊഡ്യൂളിലാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കർവിനകത്ത് ഫ്രീ ഫോൾ മോഷൻ ആവറേജ് വാല്യൂ കാണാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും സ്ലൈസിങ്, ഡിസ്ക് മെത്തേഡ്, വാഷർ മെത്തേഡ്, ഷെൽ മെത്തേഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് ഓരോ പാർട്ടിലും ചോദിക്കും. ഈ 4 വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് കാണും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. കാരണം ഓപ്ഷൻസ് കൂടിയത് കൊണ്ട് സ്ലൈസിങ് വെച്ചൊരു പ്രോബ്ലം, ഡിസ്ക് വെച്ചൊരു പ്രോബ്ലം, വാഷർ മെത്തേഡ് ഉപയോഗിച്ചൊരു പ്രോബ്ലം, സിലിണ്ടറിക്കൽ ഷെൽ ഉപയോഗിച്ചൊരു പ്രോബ്ലം കാണും. അതേപോലെ തന്നെ ലെങ്ത് ഓഫ് ദ പ്ലെയിൻ കർവും സർഫസ് ഓഫ് റെവല്യൂഷനും ചോദിക്കാം. ഈ പാപ്പസ് തിയറം സ്റ്റേറ്റ്മെൻറ്റ് പാർട്ട് എയിൽ ചോദിക്കാം, അതിൻ്റെ പ്രോബ്ലംസ് ചോദിക്കാം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ആവറേജ് വാല്യൂ അതെന്താണെന്ന് പാർട്ട് എ ചോദിക്കാം, അതിൻ്റെ പ്രോബ്ലം ചോദിക്കാം. പിന്നെ ഹൈപ്പർബോളിക് ഫങ്ഷൻസ്, പിന്നെ ഈ കൊച്ചു കാര്യങ്ങളൊക്കെ ഇല്ലേ, വർക്ക് ഡണ്ണ്, ഡെൻസിറ്റി, പ്രഷർ, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഡെഫിനിഷനായിട്ടൊന്ന് പഠിക്കുക. പിന്നെ ഏരിയ ബിറ്റ്വീൻ 2 കർവ്, അത് +2 പഠിച്ചിട്ടുള്ളതല്ലേ. 2 കർവ് വന്നു കഴിഞ്ഞാൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം, വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം, ഏരിയ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് പല മെത്തേഡുണ്ട്. സ്ലൈസിങ്, ഡിസ്ക് മെത്തേഡ്, വാഷർ മെത്തേഡ്, ഷെൽ മെത്തേഡ്. ആ കാര്യങ്ങൾ ഒന്ന് പഠിക്കുക. നിങ്ങളെ പഠിപ്പിച്ച പ്രോബ്ലംസ് എല്ലാം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ തന്നെ മിക്കവാറും ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ എഴുതാം. കാരണം ഓപ്ഷൻസ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിലെ എളുപ്പമുള്ളത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇപ്പോൾ പാർട്ട് ഡിയിലാണെങ്കിൽ SIക്ക് ആണെങ്കിൽ 6 2 മതി. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അവിടെ കാണും. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോർഷൻ ഭയങ്കര ടഫാണ്, നിങ്ങളെ കൊണ്ട് പഠിക്കാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങളുടെ മനസ്സ് പറയുകയാണെങ്കിൽ അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് വൃത്തിക്ക് പഠിക്കുക. കാരണം സിമ്പിൾ ടോപ്പിക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഓപ്ഷൻസ് അങ്ങനെ ആയതുകൊണ്ട് പാർട്ട് എയിലെ 10 ചോദ്യം കമ്പൽസറി ആണെങ്കിൽ പോലും പാർട്ട് ബി, സി, ഡി ഇതിനകത്ത് ഓപ്ഷൻസ് എല്ലാം കൂട്ടി ഇരട്ടിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. ചിലപ്പം പാർട്ട് ബിയിലും പാർട്ട് സിയിലും ഒക്കെ ഒരേ മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം കേട്ടോ, ഓപ്ഷൻ കൂടിയതുകൊണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായിട്ടും അബ്സല്യൂട്ട് മാക്സിമം, അബ്സല്യൂട്ട് മിനിമം, റിലേറ്റീവ് മാക്സിമം, റിലേറ്റീവ് മിനിമം, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, ഇൻക്രീസിങ് ഫംഗ്ഷന്, ഡിക്രീസിങ് ഫംഗ്ഷന്, എൽ ഹോസ്പിറ്റൽ റൂള്, റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അതിലെ ഒരു 4 തീർച്ചയായിട്ടും പാർട്ട് എയിൽ ചോദിക്കും. ഓക്കെ, പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഇതിനകത്താണെങ്കിൽ ഈ ലെങ്ത് ഓഫ് ദ പ്ലെയിൻ കർവ്, ഏരിയ ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അത് പാർട്ട് എയിലൊക്കെ ചോദിക്കാം കേട്ടോ. ഹൈപ്പർബോളിക് ഫംഗ്ഷന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ്
അപ്പം നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക കേട്ടോ. S1 മാത്സിന് നിങ്ങൾക്ക് പരമാവധി മാർക്ക് തന്നെ കിട്ടും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.